ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് സീലിംഗ് ഫാനിൻ്റെ ബൈൻഡിങ് കണക്ഷൻ എങ്ങനെയാണെന്നാണ്. അപ്പം ഞാനിപ്പോൾ ഈ സീലിംഗ് ഫാനിൻ്റെ ഒരു കോയിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ അകത്തൊരു കോയിൽ വരുന്നുണ്ട്, പുറത്തൊരു ബൈൻഡിങ്. ഈ രണ്ട് ബൈൻഡിങ് കോയിലാണ് ഉള്ളത്. അപ്പോൾ ഈ അകത്തെ ബൈൻഡിങ് എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ട് രണ്ടറ്റം രണ്ട് കോയിലായിട്ട് നിൽപ്പുണ്ട്. പുറത്തതും കണക്റ്റഡ് ആയിട്ട് വന്നിട്ട് രണ്ട് അറ്റം രണ്ട് സൈഡിൽ നിൽപ്പുണ്ട്. അത് ഞാൻ ഡയഗ്രമായിട്ട് കാണിച്ചു തരാം. ഇതിപ്പം അകത്തെ കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് കറങ്ങി ഇവിടെ വന്ന് അതിൻ്റെ സെക്കൻഡ് അറ്റം ഇവിടെ നിൽക്കുന്നത്. പുറത്തെ കോയിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി അതിൻ്റെ രണ്ടാമത്തെ അറ്റം ഇവിടെയും വന്ന് നിൽക്കും. അപ്പം രണ്ട് കോയിലിൻ്റെ 4 അറ്റമാണ് ഇവിടെ ഉള്ളത്. അത് എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പം വന്നിരിക്കുന്നത് ഈ പുറത്തെ കോയിൽ എന്ന് പറയുന്ന പുറത്തെ കോയിലിൻ്റെ ഈ അറ്റം ഇങ്ങനെ വന്ന് ഒരു വയറ് ഇങ്ങോട്ടെടുക്കും. അത് ബ്ലാക്ക് വയർ, ഈ കാണുന്ന ബ്ലാക്ക് വയറാണ് അത്. പിന്നെ അത് കറങ്ങി തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ അകത്തെ കോയിലിൻ്റെ അടുത്ത അറ്റവുമായിട്ട് ജോയിൻ്റ് ചെയ്യും. ആ ജോയിൻ്റ് ചെയ്യുന്ന ആ വയറാണ് റെഡ് വയർ. ഈ റെഡ് വയർ. പിന്നെ ഈ കോയിലിൻ്റെ ഇങ്ങനെ കറങ്ങി വരുന്ന ഈ അറ്റമാണ് യെല്ലോ വയർ. ഇങ്ങനെ ഈ 3 വയറാണ് ഈ ബൈൻഡിങ്ങിനകത്തുനിന്ന് നമുക്ക് ഫാനിൻ്റെ വെളിയിലോട്ട് കണക്ഷൻ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കോയിലിൻ്റെ രണ്ടറ്റവും വരുന്നിടത്തു നിന്ന് ജംഗ്ഷൻ എടുത്തിട്ട് ആ ജംഗ്ഷൻ ഒരു വയർ, അത് റെഡ് വയറും. രണ്ട് കോയിലിൻ്റെ രണ്ടറ്റത്തു നിന്നുള്ള ഓരോ വയർ, അത് മറ്റ് 2 വയറും. ഇങ്ങനെയാണ് 3 വയർ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഈ ഫാനിൻ്റെ വെളിയിലേക്ക് ഈ 3 വയർ വന്നിരിക്കുന്നത്. ഇത് ഞാൻ വേറെ ഒരു ഡയഗ്രമായിട്ട് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഇത് അകത്തെ കോയിലായിട്ട് എടുക്കുക, ഇത് പുറത്തെ കോയിലായിട്ട് എടുക്കുക. ഈ കോയിലിൻ്റെ ഇങ്ങേ അറ്റം ജോയിൻ്റ് ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ കൊടുത്തേക്കുക, രണ്ടറ്റം. അത് നമ്മൾ ഇവിടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ന്യൂട്രലെന്ന് കൊടുത്തേക്കാണ്. ഇവിടെ ഫേസോ ന്യൂട്രലോ എങ്ങനെ വേണേലും തിരിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പം ഈ 2 കോയിലിൻ്റെയും രണ്ടറ്റം വരുന്നിടം ജോയിൻ്റ് ചെയ്ത് അതൊരു വയർ വെളിയിലോട്ട് ഇട്ടേക്കുന്നു. അടുത്തത് ഈ വയർ, രണ്ടാമത്തെ വയർ. പിന്നെ ഈ ജംഗ്ഷൻ വരുന്നിടത്താണ് 3ാമത്തെ വയർ നമ്മൾ ഇതിനകത്തുനിന്ന് മഞ്ഞ ഇട്ടേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ, സിമ്പിളായിട്ട്. എന്നിട്ട് ഈ ഫാനിൻ്റെ വെളിയിൽ ഇപ്പം 3 വയർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതേ ഫാനിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കണക്ടർ കാണാൻ പറ്റും ഇങ്ങനെ. അപ്പം നമ്മൾ റെഡ് വയർ ഒരു സ്ഥലത്തേക്ക് കൊടുക്കുക, യെല്ലോ വയർ ഇങ്ങോട്ട് കൊടുക്കുക, ബ്ലാക്ക് വയർ ഇങ്ങോട്ടും കൊടുക്കുക. എന്നിട്ട് ഈ 2 സ്ഥലവും കൂടെ കപ്പാസിറ്റർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൈൻ, ഫേസ്, ന്യൂട്രൽ ഇത് എങ്ങനെ വേണേലും തല തിരിച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ കൊടുത്താലും ഒരേപോലെ കറങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പം ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും, തിരിഞ്ഞായിരിക്കും ചിലപ്പം കറങ്ങുന്നത്. ഫാനിൻ്റെ ലീഫ് തിരിഞ്ഞായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ അത് തിരിച്ച് കറക്കാൻ വേണ്ടി ഈ യെല്ലോ വയർ, ഈ 2 കപ്പാസിറ്ററും യെല്ലോ വയറും രണ്ടും കൂടെ എടുത്ത് അഴിച്ചിട്ട് ഇതും ഊരുക. എന്നിട്ട് ബ്ലാക്ക് വയർ ഇവിടെ കൊടുക്കുക, യെല്ലോ വയർ ഇവിടെയും കൊടുക്കുക. കപ്പാസിറ്റർ അതുപോലെ തന്നെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ തിരിഞ്ഞ് കറങ്ങും. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇത് ഈ കോയിൽ ഫാനിൽ കണക്ഷൻ കൊടുത്ത് കാണിക്കാം.
ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫാനിനകത്തുനിന്ന് വന്നേക്കുന്ന 3 വയർ എന്ന് പറയുന്ന നമ്മുടെ റെഡ്, യെല്ലോ, ബ്ലാക്ക് 3 വയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 കപ്പാസിറ്ററിൻ്റെ 2 വയറും. ഈ കപ്പാസിറ്ററിൻ്റെ 2 വയറും ഒരെണ്ണം മഞ്ഞയായിട്ട് കണക്ട് ചെയ്യുക. ഒരെണ്ണം ബ്ലാക്കുമായിട്ടും കണക്ട് ചെയ്യുക. അതിന് തന്നെ ആദ്യം തന്നെ റെഡ് വയർ ഈ 3 എണ്ണത്തിൽ ഒരു സൈഡിലേക്ക് ഉറപ്പിക്കുക, ഫിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇതിൽ യെല്ലോ വയർ നമ്മൾ സെൻറ്ററിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ റെഡും ബ്ലാക്കും കൂടെ ഉള്ള ബ്ലാക്ക് വയർ നമ്മൾ ഇങ്ങേ അറ്റത്തോട്ടും കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. റെഡ് വയർ ഏറ്റവും മേളിൽ, യെല്ലോ വയർ സെൻറ്ററിൽ, ബ്ലാക്ക് വയർ താഴെ. എന്നിട്ട് ഇവിടെ രണ്ടിലും നമ്മൾ ലൈൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കണക്ഷൻ. നമുക്ക് ലൈൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ വയർ മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ ഇത് നേരെ തിരിഞ്ഞാണ് കറങ്ങുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റൊട്ടേഷൻ തിരിഞ്ഞാണെങ്കിൽ ഈ വയർ നേരെ എടുത്ത് ഇവിടെ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് നേരെ അൺസ്ക്രൂ ചെയ്യുക, ഇതും സ്ക്രൂ അഴിക്കുക. എന്നിട്ട് മഞ്ഞ വയറും കപ്പാസിറ്ററിൻ്റെ ഒരു വയറുമായിട്ട് ഇവിടെ കൊടുക്കുക, ഈ ബ്ലാക്ക് വയർ ഇവിടെ കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. നേരെ റൊട്ടേഷൻ തിരിഞ്ഞ് കറങ്ങും. ഇപ്പം നേരെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കൊടുത്തേക്കാം.